യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും എന്ന യേശുവിൻ്റെ സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടതായ ഭാഗമെന്ന് പറയപ്പെടുന്നത് ഗുണകരമായ ശവസംസ്കാര ശുശ്രൂഷ. ആപ്തവാക്യമായി നൽകിയിരിക്കുന്നത് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ദൈവവചനങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു സഭാ ശുശ്രൂഷൻ്റെ അടുക്കൽ തൻ്റെ വിശ്വാസികളിൽ 2 പേർ വന്ന് ചോദിച്ചു, പല സഭകളിലും സ്നാനം നടക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ സഭകൾ അതില്ല. ഞങ്ങൾക്ക് സ്നാനം ഏൽക്കുവാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ മുങ്ങി സ്നാനം ഏൽക്കുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, മറ്റെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്റർ കുറച്ചു നേരം ആലോചന ശേഷം, അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുങ്ങി സ്നാനം ഏൽക്കുന്നത് തന്നെ നല്ലത്. പക്ഷേ നിങ്ങൾ സ്നാനമേറ്റിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകണം. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണം. സ്നാനമെന്ന് പറയപ്പെടുന്നത് ഇന്നലെ വരെ നിങ്ങൾ അനുവർത്തിച്ചിരുന്ന ജീവിത രീതികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആ കർത്താവിൻ്റെ പാദം പിന്തുടർന്നുകൊണ്ട് ആ ദൈവിക മാർഗങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുകയും മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുന്നതായ പുതിയൊരു മനുഷ്യനായി നിങ്ങൾക്ക് തീരുവാൻ കഴിയണം. അതാണ് സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ആ പാസ്റ്റർ അവരോട് പറയുന്നതായി കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്നാനമേറ്റു മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെ ആയിരുന്നുവോ അതായിരിക്കരുത് ഇനിയുള്ളത്. നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം വളരെ വ്യത്യസ്തമായിരിക്കണം. ലോകത്തെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ ചിന്തകൾ മാറ്റപ്പെടണം. ലോകമോഹങ്ങളെക്കുറിച്ചുള്ളതായ നിങ്ങളുടേതായ ആവലാതിയും ആകുലതകളും മാറ്റപ്പെടണം. നിങ്ങൾ ചിന്തിക്കേണ്ടത് പുതിയൊരു ലോകം, അതായത് സ്വർഗലോകത്തെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്, സ്വർഗത്തിൽ നിങ്ങൾക്ക് നേടുവാനുള്ളതായ കാര്യങ്ങളെക്കുറിച്ച്, അവിടെ എത്തപ്പെടേണ്ടതായ മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തെക്കുറിച്ചുള്ളതായ ചിന്തകളെല്ലാം മാറ്റപ്പെട്ട് മറ്റൊരു ചിന്ത ആയിരിക്കണം നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ആയതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മ, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെയാകുന്നു ആരാധനകൾ പങ്കെടുത്തിരുന്നത്, ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിരുന്നത്, അവയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കർത്താവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് ആ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മകൾ, നിങ്ങളുടെ കൂടിവരവുകൾ, നിങ്ങളുടെ ആരാധനകൾ ആയിരിക്കണം. ആ ഒരു ആത്മീക ചൈതന്യം, താനൊരു പുതിയ വ്യക്തിയാകുന്നു എന്നുള്ളതായ ഉത്തമ ബോധത്തോടുകൂടെ ആയിരിക്കണം നിങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുക്കേണ്ടത്. നിങ്ങളുടേതായ ആ പ്രാർത്ഥന, ആ കൂടിവരവ് മറ്റുള്ളവരിലും ആ ഒരു മാറ്റത്തിന് നാന്ദി കുറിക്കുവാൻ മാതൃകയുള്ളതായിരിക്കണമെന്ന് ആ സുവിശേഷകൻ തൻ്റെതായ വിശ്വാസികളെ അറിയിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. 3-ാമതായി അദ്ദേഹം പറയുണ്ടായി, നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമായിരിക്കണം. നിങ്ങളുടെ വിശ്വാസം ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ആകരുത്, മറ്റ് വിശ്വാസികളെ പോലെ ആകരുത്. പകരം നിങ്ങൾ സ്നാനമേൽക്കുവാൻ പോകുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടായ ആ ആത്മീയമായിരിക്കുന്നതായ ഉണർവ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടാക്കിയതായ മാറ്റങ്ങൾ, അതായിരിക്കണം ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രതിഫലിക്കേണ്ടത്. ഒരു കാര്യത്തിലും നിങ്ങളുടേതായ മനസ്സ് ചാഞ്ചല്യപ്പെടാൻ പാടില്ല. ഉറപ്പും ധൈര്യമുള്ള മക്കളായി തന്നെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ ആഴമായി പഠിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നതായ ദൈനംദിന ജീവിതങ്ങളിൽ ബൈബിൾ വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു പഴഞ്ചൊല്ലിലൂടെ പറയപ്പെടുന്നത്, ഓരോരുത്തരും വായിക്കുന്നത് ബൈബിൾ തന്നെയാണ്,
എന്നാൽ ഓരോരുത്തരും ജീവിതങ്ങൾ അതിൽ നിന്നും പലതും പലതായി മാറ്റപ്പെടുന്നു. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ വചനം വായിക്കുന്നുവെങ്കിൽ ആ വചനത്തിനൊത്തവണ്ണം തന്നെ ആയിരിക്കണമെന്ന് ആ പുരോഹിതൻ തൻ്റെ വിശ്വാസികളോട് പറയുന്ന കാണാൻ സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പുതിയതായി സ്നാനമേൽക്കാൻ പോകുന്നവരോ, അല്ലെങ്കിൽ ആദ്യമായി സ്നാനമേറ്റെടുത്തവർ, അല്ലെങ്കിൽ മുൻപേ സ്നാനമേറ്റവരായിരിക്കാം, നിങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ പോലെ ആകുന്നുവോ നിങ്ങൾ? അതോ ദൈവവചനത്തിനൊത്തവണ്ണം താഴ്മയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല മാതൃക ഉള്ള മക്കളാകുന്നുവോ, സമാധാനകാംക്ഷികളാകുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, നാം ഓരോരുത്തരും സ്നാനമേറ്റ് കർത്താവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ചുവെങ്കിൽ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉയരത്തിലിരിക്കുന്നതുകൊണ്ട് നാം ഓരോരുത്തരും ഉയരത്തിലുള്ള ചിന്തിക്കുക, ആ കർത്താവിൻ്റെ പാത പിന്തുടരുക. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായിരിക്കുന്ന പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ലോകമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവെ, ലോകത്തിന് വേണ്ടി ചിന്തിക്കാനല്ല, ആ സ്വർഗീയമായിരിക്കുന്ന അനുഭവങ്ങൾ, ആ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് എത്തപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തുമാറാകണമേ. സ്നാനമേറ്റ കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിച്ച ഓരോ മക്കളും പുതുക്കത്തിൻ്റെതായ ഒരു അനുഭവത്തിൽ പുതിയ മനുഷ്യനായി പുതിയൊരു ജന്മം എടുത്തുകൊണ്ട് ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ജീവിക്കുവാനും ദൈവമേ കഴിഞ്ഞ കാലങ്ങളിലെ വൈകല്യങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ആത്മീയമായി നിലനിൽക്കുവാനും അവിടുന്ന് ശക്തീകരിക്കണം. ആത്മാനോ ബലപ്പെടുത്തണം, മാനവമഹത്വവും സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.